എന്നാണ്. ഈ അഹങ്കാരം നിങ്ങൾക്ക് ജന്മനാ ഉള്ളതാണോ, അല്ല കൈരളി ടി വിയിൽ ഈ പരിപാടി തുടങ്ങിയതിന് ശേഷം കൈരളി ടി വിക്കാർ തന്നതാണോ? അതായത് ഞാനിങ്ങനെ ഈ പരിപാടി ചെയ്യുന്ന സമയത്ത് ഇത് കാണുന്ന ആളുകൾക്ക് പലർക്കും ഇങ്ങനെ ഞാനൊരു വലിയ അഹങ്കാരിയാണെന്ന് തോന്നിയതായിട്ട് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ സുഹൃത്തെ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളൊരു സെൻറ്റൻസ് പറയുന്നു, അടുത്ത സെൻറ്റൻസ് നമ്മൾ ആലോചിക്കുകയാണ്. ഈ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ മുഖം ഇങ്ങനെയാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആലോചനയുടെ ഒരു ഗൗരവം പുറത്ത് വരുമ്പോൾ ആളുകൾ അത് മുഴുവൻ അഹങ്കാരമായിട്ട് എണ്ണുകയാണ്. ഞാൻ നിരപരാധിയാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ അഹങ്കാരം എന്ന് പറയുന്ന ഒരു സംഗതി ഈ ഭൂലോകത്തുണ്ട്, ആർക്കെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അഹങ്കാരം എന്ന് പറയുന്നത് വിവരക്കേടിൻ്റെ ഒരു പര്യായം മാത്രമാണ്. ഇപ്പോൾ പുതുതായി പെട്ടെന്ന് ഒരാളുടെ കയ്യിൽ പണം വരുന്നു, പെട്ടെന്ന് അയാൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ദേഹത്ത് മുഴുവൻ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചണിയുക, വലിയ വലിയ എടുത്താൽ പൊങ്ങാത്ത കാറുകൾ വാങ്ങിക്കുക, അതിനേക്കാളും വലിയ ബംഗ്ലാവ് പണിയുക. ഇതൊക്കെ നമുക്ക് പുത്തൻ പണക്കാരൻ്റെ ചില സംഗതികളെ പറ്റി നമ്മൾ പറയാറില്ലേ. അതേപോലെ പെട്ടെന്നുള്ള ഒരു വിവരക്കേട്, പണമില്ലാത്ത ആളുടെ കയ്യിൽ പണം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിവരക്കേടിൻ്റെ ഭാഗമായിട്ടാണ് ആളുകൾ ഇതൊക്കെ അഹങ്കാരമായിട്ട് എണ്ണുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഏത് കാര്യത്തിലാണ് അഹങ്കരിക്കാൻ സാധ്യതയുള്ളത്? ഇപ്പം ഞാൻ ഭയങ്കര ബോഡി ബിൽഡറാണെന്ന് വിചാരിക്കുക, ദിവസേന എക്സസൈസ് ചെയ്ത് ബോഡിയൊക്കെ ഇങ്ങനെ റെഡിയാക്കി റോഡിലിറങ്ങുമ്പോൾ ഒരു കാർ തട്ടി ചത്തുപോകും. തീർന്നോ? അഹങ്കാരം തീർന്നോ? ഒരുപാട് ലക്ഷപ്രഭുവാണ് ഞാനെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു സൂക്കേട് വന്നു കഴിഞ്ഞാൽ ലണ്ടനിലോ അമേരിക്കയിലോ പോയാൽ രക്ഷയുള്ളൂ, ഓപ്പറേറ്റ് ചെയ്താൽ രക്ഷയുള്ളൂ എന്ന് വരുമ്പോൾ ഈ പണമൊക്കെ എത്ര കോടിയായാലും തീരും. മനസ്സിലായോ? പിന്നെ ഞാൻ ഏറ്റവും വലിയ സുന്ദരനാണ്, എല്ലാ സ്ത്രീകളും എന്നെ ഭയങ്കരമായിട്ട് പ്രണയിക്കും, കണ്ട മാത്രയിൽ തന്നെ പ്രണയിച്ചു കളയും എന്നൊരാൾ അഹങ്കാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ സൗന്ദര്യത്തിലൊന്നും സ്ത്രീകൾ അങ്ങനെ നിങ്ങളെ പ്രണയിക്കുകയൊന്നുമില്ല. സ്ത്രീകൾക്ക് ഒരു പുരുഷനോട് ബഹുമാനം തോന്നുന്നത് അയാളുടെ സമീപനത്തിലും അയാളുടെ പെരുമാറ്റത്തിലെ മാന്യതയിലുമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ഈ സൗന്ദര്യം കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അങ്ങനെ ഒരു കാര്യത്തിലും ഈ ലോകത്ത് നമുക്ക് അഹങ്കരിക്കാൻ ഒരു വകുപ്പുള്ളതായിട്ട് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നാത്ത ഞാൻ ഒരു അഹങ്കാരമുള്ള ആളാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനൊരു വിവരദോഷിയാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. അത്രേ എനിക്കിതിനെപ്പറ്റി പറയാനുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന പരിപാടിയിൽ മാത്രമല്ല, അല്ലാതെയും പുറത്തും പലപ്പോഴും മറ്റുള്ളവരൊക്കെ പരിഹസിക്കുന്ന ഒരു സമീപനം നിങ്ങൾ എടുക്കുന്നതായി കാണുന്നു. അപ്പോൾ നിങ്ങളുടെ വിചാരം നിങ്ങൾ മറ്റുള്ളവർക്ക് പരിഹസിക്കാൻ പറ്റുന്ന ഒന്നും ഇല്ല എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസോ അങ്ങനെ വല്ലതും ഉണ്ടോ? മറ്റുള്ളവരെ ഞാൻ പരിഹസിക്കുന്നു. അതെ, മറ്റുള്ളവരെ ഞാൻ പരിഹസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം അവരെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുത്ത് വരാറൊന്നുമില്ല. ചിലപ്പോൾ പെട്ടെന്ന് പരിഹസിക്കപ്പെടേണ്ടതെന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ പറഞ്ഞു പോവുകയാണ്. അതെനിക്ക് പറ്റുന്ന ഒരു കൺട്രോളില്ലായ്മ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എന്നെ ആരും പരിഹസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ട്. എന്നെ എല്ലാവരും പരിഹസിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഭാര്യയാണ് മെയിനായിട്ട് എന്നെ പരിഹസിക്കുന്നത്. പിന്നെ മക്കൾ രണ്ടുപേരും എന്നെ പരിഹസിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ മകൻ ഈയിടെ പറഞ്ഞെന്താ അറിയുക, ഞാൻ വീട്ടിൽ ചെല്ലുന്നെന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ ചേട്ടൻ്റെ അടുത്ത് പറയാണ്, ഒരാളിപ്പം വരും കുറേ ജോക്കുമായിട്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ സ്വന്തം വീട്ടിൽ പോലും പരിഹാസം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. നിങ്ങൾ പരിഹസിക്കുന്ന ആളുകളെല്ലാം ചേർന്ന് നിങ്ങളെങ്ങ് പരിഹസിക്കുന്ന തുടങ്ങിയാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ഈ എല്ലാവരും കൂടി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിരുന്നു, റഷ്യ അമേരിക്ക ഒക്കെ ചേർന്നിട്ട്. മുൻ വർഷങ്ങളിലൊക്കെ നിങ്ങൾ ധാരാളം തിരക്കഥകൾ എഴുതാറുണ്ടായിരുന്നല്ലോ. ഒരു വർഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9 തിരക്കഥയോളം നിങ്ങൾ എഴുതിയതായി ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോഴെന്താണ്, കഥയൊക്കെ തീർന്നോ? ഒരു തിരക്കഥ പോലും, ഒരു വർഷത്തിൽ ഒരു തിരക്കഥ പോലും എഴുതുന്നില്ലല്ലോ. എന്താ കാരണം? ഭാവന കഴിഞ്ഞോ? 9 തിരക്കഥയൊക്കെ എഴുതുന്ന കാലഘട്ടത്തിൽ എനിക്ക് തിരക്കഥയെ പറ്റിയിട്ട് ഒന്നും അറിഞ്ഞുകൂടാത്തൊക്കെ എന്ത് ചെയ്യാമെന്നല്ലേ. അപ്പോൾ കുറേ കാര്യങ്ങൾ പിന്നീട് ഇതിനെ പറ്റിയിട്ടൊക്കെ ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമാണെന്നൊക്കെ മനസ്സിലായതിനു ശേഷം പേടിയാവാൻ തുടങ്ങി. നമ്പൂതിരി പശുവിനെ തല്ല് പോയത് അറിയില്ലേ? അതായത് നമ്പൂതിരിക്ക് പശുവിന് തല്ല് കൊണ്ടു കഴിഞ്ഞാൽ എവിടെയൊക്കെ തല്ല് കൊണ്ടാലാണ് പശു ചത്തുപോകാമെന്നറിയാം. കാരണം നമ്പൂതിരിക്ക് ഇതുപോലെയുള്ള ജീവികളുടെയൊക്കെ മർമ്മസ്ഥാനങ്ങൾ നന്നായിട്ട് അറിയാം. അങ്ങനെ നോക്കിയപ്പം മിക്കവാറും സ്ഥലമൊക്കെ മർമ്മമാണ്. തല്ലാൻ വരുമ്പോൾ നമ്പൂതിരി തിരിച്ചു വന്നു. അതേപോലെയുള്ളൊരു സംഭവമാണ്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ഇത് അധികം എഴുതുന്നത് ആരോഗ്യത്തിനും എല്ലാ നാട്ടുകാർക്കും മോശമാണ് എന്ന് മനസ്സിലായപ്പോഴല്ലേ നിർത്തിയത്. ഇനിയിപ്പം വളരെ ആലോചിച്ചിട്ട് ചെയ്താലും പല കുഴപ്പങ്ങളുമുണ്ട്. ഒരാലോചനയുടെ കഥ കേട്ടിട്ടുണ്ടോ? ഒരു ഹാജിയാർ
ഒരു പശു ഉണ്ടായിരുന്നു. ആ പശുവിൻ്റെ ഇങ്ങനെ വളഞ്ഞ കൊമ്പ. ആചാരം എപ്പോഴും ഇങ്ങനെ പശുവിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കും, ഈ വളവിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് തലയിട്ട് നോക്കിയാലോ എന്ന് ഒരാഗ്രഹം. അങ്ങനെ പല ദിവസങ്ങളിങ്ങനെ ആഗ്രഹിക്കും. അങ്ങനെ ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് തല കടക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് തല കടത്തിയ ഉടനെ പശു ഇതെന്താ സംഭവം എന്നറിയാതെ പശു മരണം ഓട്ടം ഓടി ഇയാൾ ഭയങ്കര നിലവിളി, തല ഊരി എടുക്കാനും പറ്റുന്നില്ല. അങ്ങനെ ആളുകളൊക്കെ കൂടിയിട്ട് പശുവിനെ പിടിച്ച് ഇയാളെ കിടത്തി. പകുതി ബോധം ഉള്ളൂ, കഴുത്തൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു പോയി കുറച്ച്. അങ്ങനെ നാട്ടുകാർ ചോദിച്ചു, എന്താ ആചാര്യ ഇങ്ങനെ ചെയ്തത്? ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ആലോചനയൊക്കെ വേണ്ടേ? അപ്പോൾ ആചാര്യ പറഞ്ഞു, നിങ്ങൾ അത് പറയരുത്, എത്രയോ കാലം ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ഈ തല ആ കൊമ്പിൻ്റെ ഇടയിലേക്ക് കടത്തിയതെന്ന് പറഞ്ഞു. അപ്പോൾ ആലോചിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല, മനസ്സിലായോ? ആര് എപ്പോൾ എന്തിനെപ്പറ്റി ആലോചിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു പ്രശ്നമാണ്. ഞാൻ കഴിയുന്നതും ഇത് ഒരു കൺഫ്യൂഷനിലാണുള്ളത്. തിരക്കഥ വളരെ നേരം ആലോചിച്ചിട്ട് വേണ്ടെന്ന് വെക്കണോ, വളരെ നേരം ആലോചിച്ചിട്ട് എഴുതണോ? ആ കൺഫ്യൂഷൻ മാറുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഞാൻ നീങ്ങും. നിങ്ങൾ മറ്റ് ഭാഷകളിൽ നിന്ന് കഥകൾ മോഷ്ടിക്കാറുണ്ടോ? ഈ കഥകൾ മോഷ്ടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല സുഹൃത്തെ. ആ മോഷ്ടിക്കണമെങ്കിലും കുറച്ച് വിവരം വേണം. ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ട് കഥ മോഷ്ടിക്കുക എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് ഡയലോഗ് മനസ്സിലായാലേ കഥ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിക്കതാണ് മോഷണം വലിയ ആഗ്രഹമൊക്കെ ഉള്ളതാണ്, പക്ഷേ സാധിക്കുന്നില്ല. പലതിൻ്റെയും ഈ കഥ പിടികിട്ടുന്നില്ല. ഞാനതുകൊണ്ട് മലയാളത്തിൽ തന്നെ അധികം മോഷ്ടിക്കുന്നത്. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ സിനിമയിൽ തന്നെ ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട്. തലാണ മന്ത്രം എന്ന് പറയുന്ന സിനിമയിൽ പിന്നെ മാമുക്കോയയുടെ കഥാപാത്രം, ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രത്തിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ടല്ലോ. അത് യാത്രക്കാരുടെ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന സിനിമയിൽ അത് തന്നെ ഇന്നസെൻ്റ് വേറൊരാളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരു സാധനം. അങ്ങനെയുള്ള നമ്മുടെ തന്നെ ചില സാധനങ്ങൾ മലയാളത്തിലാകുമ്പോൾ ഇങ്ങനെ മോഷ്ടിക്കാൻ എന്നാൽ മറ്റേ ആൾക്കാർ ചീത്ത പറയില്ലല്ലോ. അങ്ങനെ ഒരു പരിപാടിയാണ് ഞാൻ ചെയ്യാറുള്ളൂ. ഒരാൾ എത്ര വലിയ ആളായാലും അയാൾ സ്വന്തം നാടിനെയും നാട്ടുകാരെയും മറക്കുക എന്ന് പറയുന്നത് വളരെ മോശം ഏർപ്പാടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ അമേരിക്കയിൽ പോയാലും ലണ്ടനിൽ പോയാലും ഗൾഫിൽ പോയാലും ആളുകൾ അവരുടെയൊക്കെ ഒരു മോഹം എന്ന് പറയുന്നത് അവസാനം സ്വന്തം നാട്ടിൽ നാട്ടുകാരുടെ ഇടയിൽ ജീവിക്കണം എന്നായിരിക്കും. നിങ്ങളവിടെ ജീവിക്കാൻ ഒക്കെ ശ്രമിച്ചതായിട്ട് അറിയുന്നു. പക്ഷേ കുറച്ച് നാളായിട്ട് നിങ്ങൾ സ്വന്തം നാട് വിട്ട് മദിരാശിയിൽ താമസിക്കുന്നതായിട്ട്, ഇനി മദിരാശിയിൽ തന്നെയാണ് ഇനിയുള്ള കാലം ജീവിക്കാൻ പോകുന്നത് എന്നൊക്കെ കേൾക്കുന്നല്ലോ. അതെന്താണ്, നാട്ടുകാരെ നിങ്ങൾക്ക് പിടിക്കാഞ്ഞിട്ടാണോ, നാട്ടുകാർക്ക് നിങ്ങളെ പിടിക്കാഞ്ഞിട്ടാണോ? പറയും. നാട്ടുകാർക്ക് എന്നെ പിടിക്കാഞ്ഞിട്ടാണോ എന്നുള്ളത് നാട്ടുകാരോട് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. എനിക്ക് നാട്ടുകാരോട് പിടിക്കായ്മയൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന ആൾ, ഞാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യനായി തീർന്നതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും നാട്ടിലുള്ള ആളുകൾക്കുള്ളതാണ്. എനിക്ക് സ്വന്തമായ ഒരു ആലോചനയും സ്വന്തമായ ഒരു കാഴ്ചപ്പാടും ഉണ്ടാക്കി തരുന്നതിൽ എൻ്റെ നാട്ടിലുള്ള ഓരോ ആൾക്കാരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളായിരിക്കും, അത് ഞാൻ വിസ്മരിക്കാൻ പാടുണ്ടോ? അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരെന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. നാട്ടുകാരെന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വേറെ പ്രശ്നമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ചെറിയ ബുദ്ധിയൊക്കെ എനിക്കുണ്ടെന്ന് കൂട്ടിക്കോളൂ. പിന്നെ മദിരാശിയിലേക്ക് ഞാൻ പോയത്, പിന്നെ എൻ്റെ ആദ്യം മൂത്ത മകന് അവിടെ ഒരു സ്കൂളിൽ ചേർത്തേക്കാമെന്ന് തോന്നി അവിടെ ഒരു ഹോസ്റ്റലിൽ താമസിപ്പിച്ചു. അപ്പോൾ ഹോസ്റ്റലിൽ അവന് പല അസൗകര്യങ്ങളും വൃത്തിയില്ലായ്മയൊക്കെ അനുഭവപ്പെട്ടപ്പോൾ അവനെ സഹായിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പതുക്കെ മാറിയതാണ്. അപ്പോൾ രണ്ടാമത്തെ മകനെയും അവിടെ കൊണ്ടുപോയി ചേർത്തതാണ്. പക്ഷേ അതൊരു താൽക്കാലികമായൊരു പോക്കാണ്. അപ്പോൾ അതെല്ലാം ഏകദേശം ഒന്ന് ശരിയായി വരുമ്പോൾ നമ്മൾ മടങ്ങി വരും. എല്ലാവരും പോലെയും തന്നെയാണ്. ഇപ്പോൾ അമേരിക്കയിൽ പോയിട്ട് ആൾക്കാർ തിരിച്ചു വരുന്നതല്ലേ പറഞ്ഞു. ഞാൻ മദിരാശിയിലല്ലേ പോയിട്ടുള്ളൂ, അവിടെ നിന്ന് തിരിച്ചു വരില്ലേ? തിരിച്ചു വരും, വരാതെ അവിടെ പോകാൻ. നിങ്ങളുടെ മകൻ വിനീത് കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന് പറയുന്ന സിനിമയിൽ ഒരു പാട്ട് പാടി. അപ്പോൾ പാട്ടുകാരുടെ പേര് വെക്കുന്ന കൂട്ടത്തിൽ വിനീത് എന്ന് മാത്രം വെക്കുന്നതിന് പകരം ആ പേരിൻ്റെ കൂടെ ശ്രീനിവാസനും കൂടി നിങ്ങൾ ചേർത്തിരിക്കുകയാണ്. വിനീത് ശ്രീനിവാസൻ എന്നാണ് ഞാൻ പേര് കണ്ടത്. അത് മകൻ പാട്ടുപാടി പേരെടുത്തു കഴിഞ്ഞാൽ ആ പ്രശസ്തിയുടെ കൂടെ തൻ്റെ പേരും കൂടി കൂടുതൽ പ്രശസ്തമാവാൻ ഉള്ളൊരു ചാൻസ് എന്നുള്ള രീതിയിലാണോ അവൻ്റെ പേരിൻ്റെ കൂടെ ഇതും കൂടി ചേർത്ത് വെച്ചത്? പറയും. അതായത് ഞാൻ യഥാർത്ഥത്തിൽ അവനോട് ഈ പാട്ട് പാടുന്ന സമയത്ത് ടൈറ്റിൽ കാർഡിലൊക്കെ വിനീത് എന്ന് മാത്രം വെച്ചാൽ മതി എന്ന് ആയിരുന്നു. നിങ്ങൾ പറഞ്ഞതിൻ്റെ നേരെ തിരിച്ചാണ് സംഭവം. അവന് പെട്ടെന്ന് പ്രശസ്തനാവാൻ വേണ്ടി എൻ്റെ പേര് ഉപയോഗിച്ചിരിക്കുക. അത് മനസ്സിലായില്ലേ?
അതാണ് സംഗതി. നിങ്ങൾക്ക് 2 മക്കളാണല്ലോ ഉള്ളത്. ഒരുത്തനിപ്പോൾ സിനിമയിൽ പാട്ട് പാടി, മറ്റവൻ സിനിമയിൽ എന്താ ചെയ്യാൻ പോകുന്നത്? സംവിധാനമാണോ, തിരക്കഥ എഴുത്താണോ, അല്ല അഭിനയമാണോ? അങ്ങനെ എല്ലാവരെയും ഒന്നിച്ച് സിനിമയിൽ കൊണ്ടുവരാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അല്ലേ? അതൊക്കെ ഇപ്പം ഞാൻ ആരെയും ഒന്നും ആക്കാൻ തീരുമാനിച്ചിട്ടില്ല. അവർക്ക് എന്തെങ്കിലും ആവണമെന്നുണ്ടെങ്കിൽ അവരാവോ ആവാതിരിക്കുമോ എന്ത് വേണം ചെയ്യട്ടെ. കാരണം ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം അവരെ അടിച്ചേൽപ്പിച്ച് അവരെന്തെങ്കിലും ആക്കാൻ എന്ന് പറയുന്നതിൻ്റെ അത് കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പം ഞാൻ എൻ്റെ കാര്യം തീരുമാനിച്ചത് എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ താല്പര്യങ്ങളൊക്കെ അനുസരിച്ചാണ്. അതുപോലെ അവർ ഓരോ കാര്യം ചെയ്യുന്നത് അവരുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും. ഞാൻ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വെക്കുക, അവരെ അങ്ങനെ നിർദ്ദേശങ്ങൾ വെക്കുമ്പോഴാണ് വഴിതെറ്റി പോവുക. നമ്മളെ പിടിച്ച് നിർബന്ധിച്ചിട്ട് ഇപ്പം നമ്മുടെ ഒരു അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് അവർക്ക് കാര്യം മനസ്സിലാവാൻ, ലോകം മനസ്സിലാവാൻ, ആളുകളെ മനസ്സിലാവാൻ കുറച്ച് പ്രാഥമികമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. വിദ്യാഭ്യാസം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൽ കവിഞ്ഞ് മറ്റവനെ ഞാൻ പാട്ടുകാരനാക്കാനും പോകുന്നില്ല, മറ്റവനെ ഞാൻ സംവിധാനത്തിനോ തിരക്കഥയ്ക്കോ അഭിനയത്തിനോ പ്രേരിപ്പിക്കാനും പോകുന്നില്ല. ഓരോ കാലഘട്ടത്തിൽ പിന്നെ ഞാൻ വിചാരിച്ച ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഞാൻ ഏതെങ്കിലും എൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് എൻ്റെ മകനെ അഭിനയിപ്പിക്കൂ, എൻ്റെ മകനെ പാടിക്കൂ എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ അതിന് റെഡിയായിട്ട് നിൽക്കുന്നതാണോ? ഞാനെന്താ ഇവിടെ ഞാൻ ആജ്ഞാപിച്ചാൽ ഉടനെ അനുസരിക്കാൻ അങ്ങനെ ഒച്ചാനിച്ച് നിൽക്കുന്ന ആൾക്കാരാണോ മലയാള സിനിമയിൽ മുഴുവനുള്ളത്? ഇതൊന്നും നടക്കില്ല. മാത്രമല്ല, ഞാൻ പണം മുടക്കി ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഞാൻ സ്വർണ്ണം കൊടുക്കില്ലേ? കാരണം എൻ്റെ പൈസ തിരിച്ചു വിട്ടില്ലായിരിക്കും എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാൻ മമ്മൂട്ടിനെയോ മോഹൻലാലിനെയോ ദിലീപിനെയോ ഒക്കെ വെച്ചിട്ടായിരിക്കും എടുക്കാൻ ശ്രമിക്കുക. പക്ഷേ പിന്നെ സിനിമ എടുക്കാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് പൈസ ഇല്ല, അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് ബേജാറുമില്ല. 10-25 വർഷങ്ങളായില്ലേ സിനിമയിൽ വന്നിട്ട്. സിനിമയിൽ വന്നു, അഭിനയം തുടങ്ങി, അതിനുശേഷം തിരക്കഥ എഴുതാൻ തുടങ്ങി, അതിനുശേഷം ചില സിനിമകളൊക്കെ സംവിധാനം ചെയ്തു. അങ്ങനെ ധാരാളം പണം ഉണ്ടാക്കിയിട്ടുണ്ടാകുമല്ലോ. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? എവിടെ വെച്ചിരിക്കുന്നു? ഇതാണ് ആവശ്യമില്ലാത്ത ചോദ്യം എന്ന് പറയുന്നത്. ഞാൻ എവിടെ വെച്ചാൽ നിങ്ങൾക്കെന്താ? എൻ്റെ കാശ് ഞാൻ എവിടെയോ വെക്കുന്നു. ആളുകളെ പ്രകോപിപ്പിക്കുന്ന ചോദ്യമാണിത്. മമ്മൂട്ടിയോട് ഇതേപോലെ തന്നെ അമേരിക്കയിലുള്ള ഒരാൾ ചോദിച്ചു, കുറേ നാളായല്ലോ അഭിനയിക്കാൻ തുടങ്ങിയിട്ട്, പണമൊക്കെ എന്ത് ചെയ്യുന്നു? മമ്മൂട്ടിക്ക് ആ ചോദ്യം ഈ പറഞ്ഞ പോലെ തന്നെ തീരെ ഇഷ്ടപ്പെടാതെ മമ്മൂട്ടി പറഞ്ഞു, ഞാൻ ഈ കിട്ടുന്ന പണമൊക്കെ ഇങ്ങനെ അടുക്കി ഇങ്ങനെ വെക്കും. എന്നിട്ട് ഒരു മാസം തികയുമ്പോൾ പഴയ പേപ്പറൊക്കെ വാങ്ങാനായിട്ട് ഈ തുലാസമൊക്കെ ആയിട്ട് ആൾക്കാർ വരില്ലേ, അവർക്ക് തൂക്കി വിൽക്കും. ആ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ഞാൻ ജീവിക്കുകയാണെന്ന് പറഞ്ഞു. ആ അമേരിക്കക്കാരൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയി. ഇതേപോലെ ആളുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട. ഞാൻ ഒരു കാര്യം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ പണമൊക്കെ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. ഒരു ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചനയിലുണ്ട്. എന്ത് ബിസിനസ്സാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴയിലൊരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ ഒരു കയർ ഫാക്ടറി തുടങ്ങണമെന്നാണ് എൻ്റെ പരിപാടി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഉദ്ദേശമുള്ളൊരു കയർ ഫാക്ടറിയാണ്. മലയാള സിനിമയിൽ നിന്ന് കാശടിച്ച് മാറ്റിയിട്ട് കുറേ ആളുകൾ പോയിട്ടുണ്ട്. അവർക്ക് ചെമ്മീൻ എക്സ്പോർട്ട് ചെയ്യുന്ന പരിപാടിയുണ്ട്, ഈ മസാലകൾ വിൽപ്പന നടത്തുന്ന പരിപാടിയുണ്ട്, മൂന്നാർ പോലെയും മദുരാശി പോലെയുള്ള സ്ഥലങ്ങളിൽ സ്വത്തുക്കൾ വാരിക്കൂട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്ന പരിപാടികളുണ്ട്. അങ്ങനെ മലയാള സിനിമയിൽ നിന്ന് കാശടിച്ചു പോയ ആൾക്കാരെ മുഴുവൻ ആലപ്പുഴയിൽ ഞാൻ തുടങ്ങുന്ന കയർ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കയർ വെച്ച് തൂക്കിക്കൊല്ലും. അതാണ് എൻ്റെ പരിപാടി, എൻ്റെ ബിസിനസ്.